ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഡെഹുവ എന്ന കമ്പനിയുടെ DVRൽ AI സെർച്ചിങ്ങും അതുപോലെ SMD സെറ്റിംഗ്. ഈ SMD സെറ്റ് ചെയ്താൽ നമുക്കുള്ള ഗുണം എന്താണ്, അതുപോലെ തന്നെ AI സെർച്ചിങ് എങ്ങനെയാണ് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ ഒക്കുന്നത് എന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇന്നിവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം മെയിൻ മെനു. ആ മെയിൻ മെനു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കുന്നത് സെർച്ച്, അലാറം, POS, AI, മെയിൻ്റെൻ, ബാക്കപ്പ്, പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസാണ് ഇതിനകത്ത് കമ്പനി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ AI എന്ന് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് AI എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഇന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ AI സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആദ്യം AI സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലും ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് SMD എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതല്ല, അതിന് താഴെ നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു SMD ഉണ്ട്. നമ്മൾ ഇന്ന് അതിലാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ചാനൽസ് എന്ന് പറയുന്ന അവിടെ ഒരു കോളം കാണും. ആ ചാനൽസിൽ നമുക്ക് ആവശ്യമുള്ള ചാനൽസ് സെലക്ട് ചെയ്ത് മാത്രമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഓൾ സെലക്ട് ചെയ്താൽ എല്ലാ ചാനൽസും അതേ ഒരു ഓപ്ഷൻസിലേക്ക് വരും. അതിനാണ് ഓൾ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഏത് ക്യാമറയ്ക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ എനേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എനേബിൾ നമ്മളത് ഓണാക്കി വയ്ക്കുക. അതിനുശേഷം താഴോട്ട് പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റെക്കോർഡ് ചാനൽ അത് ഓൾറെഡി ടിക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ബസർ, നമ്മുടെ DVRൽ മോഷൻ ഡിറ്റക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് DVRൽ ബസർ അലാറം വരണമെങ്കിൽ നമുക്കിതിനകത്ത് ആ ബസർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസർ അടിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു പ്രദേശത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രദേശത്ത് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബസർ വരും. അപ്പോൾ അത് ചിലപ്പം അത് ഒരു ഡിസ്റ്റർബൻസ് ആവും. മീൻസ് അല്ലാത്തവർക്ക് ഇത് സെലക്ട് ചെയ്ത് ഒരു ബസർ അലാറമായിട്ട് എടുക്കുകയും ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മുകളിൽ തന്നെ ഹ്യൂമൻ ഒരു ടിക്ക് ചെയ്യാനുള്ള കോളമുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, 2 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സെൻസിറ്റിവിറ്റി ഉണ്ട്, അത് ഹൈയിലേക്ക് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ മറ്റ് ഇതൊന്നും കാണിക്കുന്നില്ല. ഷെഡ്യൂൾ ആവശ്യമുള്ളവർക്ക് ഷെഡ്യൂൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏത് സമയം മുതൽ ഏത് സമയം വരെ നമുക്കത് വേണം എന്നുള്ളത്, അത് വീക്കിലി വേണോ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഷെഡ്യൂളുണ്ട്. അത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ അത് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അലാറം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മെയിൻ മെനു നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരുന്ന ആ ഒരു ഓപ്ഷൻ അലാറത്തിൽ പോകും. അലാറം പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ ഡിറ്റക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, വീഡിയോ ലോസ്റ്റ്, വീഡിയോ ടെമ്പറിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ വീഡിയോ ഡിറ്റക്ഷൻ, അതിവിടെയും നമ്മൾ ചാനൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ചാനൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചാനൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കത് എനേബിൾ ആക്കാനുള്ളൊരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ആ എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും ഷെഡ്യൂളുണ്ട്. നമുക്ക് നൈറ്റ് ടൈമിൽ മാത്രം മതി, അല്ലെങ്കിൽ ഡേ ടൈമിൽ മാത്രം മതി, അല്ലെങ്കിൽ വീക്കിൽ ഏത് ദിവസം നമുക്ക് വേണം എന്നുള്ളതൊക്കെ ഷെഡ്യൂൾ നമുക്കവിടെ സെറ്റിങ്സിൽ അവിടെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് കഴിഞ്ഞാൽ താഴെ പറഞ്ഞ പോലെ ബസർ അടിക്കാനുള്ള ഓപ്ഷൻസ്, ബസർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് റീജിയോൺ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്നുള്ള കാണുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ വേണ്ട ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം റെഡ് കളറായിട്ട് ഫുള്ള് ആ കോളം കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമുള്ളത് മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഡോറ് മാത്രം മതി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രൻസ് മാത്രം മതി, അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മാത്രം ഡിറ്റക്റ്റ് ചെയ്താൽ മതി, അങ്ങനെ ബസർ അടിച്ചാൽ മതി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ മോഷൻ ഡിറ്റക്ഷൻ വേണ്ട ഏരിയകൾ മാത്രം നമുക്ക് എത്ര ക്യാമറ വേണോ അത് സെലക്ട് ചെയ്യാം. ആവശ്യമില്ലാത്ത ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ആവശ്യമുള്ളിടത്ത് സെലക്ട് ചെയ്ത് വെക്കാം, ആവശ്യമില്ലാത്തടത്ത് വേണ്ട. അതിനാണ് ചാനൽസ് ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയ്ക്കും നമുക്ക് ഒരേ രീതിയിലുള്ള സെലക്ട് ആയിരിക്കും വരുന്നത്. അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഓരോ ചാനലും നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഷെഡ്യൂൾ സെലക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും താഴെ അപ്ലൈ ചെയ്യുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ അത് സേവ് ആയിരിക്കും.
അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻസ് വീണ്ടും പോവുക. മെയിൻ മെനു പോയിട്ട് AI. അവിടെ നമ്മൾ അവിടെ നമുക്ക് അവിടെ തന്നെ ഉണ്ട് AI സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടുത്തെ ആ ഒരു SMD നമുക്കവിടെ കാണിക്കാം. ആ ഒരു SMDയുടെ അവിടെയാണ് നമ്മൾ ചാനൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓൾ ചാനൽ വരുത്തി അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചാനൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഹ്യൂമൻ വേണോ മോട്ടോർ വെഹിക്കിൾ വേണോ എന്നുള്ളത്. എന്നിട്ട് താഴെ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് ആൻഡ് ടൈം, ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹാർഡ് ഡിസ്കിൽ എത്ര ദിവസത്തെ റെക്കോർഡുണ്ടോ അത്രയും ദിവസത്തെ റെക്കോർഡിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ദിവസത്തെ ആ ഒരു AI സെർച്ചിങ്ങിൽ കിട്ടിയ SMDയിൽ സെർച്ചിങ്ങിലായിട്ട് കിട്ടിയ ഒരു ലിസ്റ്റ്, ആ ഒരു ഫയൽ ലിസ്റ്റ് നമുക്കവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കുറേ പേജുകൾ കാണും. താഴെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഫയലായിട്ട് വരുന്നുണ്ട് എന്നുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ഓരോ ഫയലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്ലേയുടെ ഒരു ബട്ടണുണ്ട്. ആ പ്ലേ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ആര് കടന്നു പോയതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ ഡേറ്റും ആ ടൈമും നമുക്കവിടെ കാണിക്കും. അത് ആ ഒരു ചെറിയൊരു ക്ലിപ്സ്, അതായത് അവർ കടന്നു പോയിരിക്കുന്ന ആ ഒരു സമയം മാത്രം. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് പ്ലേ ബാക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ഫയലുകളും നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം ഏതൊക്കെ സമയത്ത് ആൾ ഇതിലെ കടന്നു പോയി. ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ഡേയിൽ നമുക്ക് ആരൊക്കെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് വളരെ കുറച്ച് ഫയലുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്ലേ ബാക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഫുൾ ഡേ സമയമൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമാണ്. ഇത് ഫാസ്റ്റായിട്ടൊക്കെ റെക്കോർഡ് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഈ ആര് കടന്നു പോകുന്നോ, ഒരു വാഹനം കടന്നു പോയാൽ ആ വാഹനത്തിൻ്റെ അന്നേരത്തെ റെക്കോർഡ്, മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ, ഇപ്പം മറ്റ് എന്തെങ്കിലും ഒരു ജീവികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു അത്രയും നേരത്തെ റെക്കോർഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ആരൊക്കെ ഏത് സമയത്ത് കടന്നു പോയി എന്നുള്ള ആ ഒരു ചെറിയ ഒരു ഫയലായിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ ഫുൾ ഡേ ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേണ്ടേ. അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല ടെക്നോളജിയാണ് ഇപ്പോൾ ഈ കമ്പനികൾ ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ മോഷൻ ഇത് സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിൽ ആ ഡിറ്റക്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ലഭിക്കുന്നതും അതുകൊണ്ട് അത് ഞാനിനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.